വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ക്രോഷറ്റ് കളേഴ്സ് ബൈ ടാലിയ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ ചെയ്ത കുറച്ച് വർക്ക്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ച് വന്നതാണ്. ഇതൊക്കെ ഞാൻ കുറേ കാലമായിട്ട് ചെയ്ത് വെച്ചേക്കണതാണ്. ഇതൊരു ബേബി ഫ്രോക്കാണ്, ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. ഞാൻ ഫസ്റ്റ് ചെയ്ത ബേബി ഫ്രോക്കാണ്, ഫുള്ളായിട്ട് ചെയ്ത ബേബി ഫ്രോക്ക്. എങ്ങനെയുണ്ട് ഫ്രോക്ക് കാണാൻ? ഇതതുപോലെ തന്നെ ഒരു മിനി സ്കേർട്ടാണ്, 0 to 6 month വരെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതൊരു മൾട്ടി കളർ യാൺ വെച്ചാണ് ചെയ്തത്. എങ്ങനെയുണ്ട് സ്കേർട്ട് കാണാൻ? താഴെ ഞാൻ ചെറിയ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഗ്രാനി സ്ക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള റോസസ്സാണ്, റോസ് ഗ്രാനി സ്ക്വയറാണ്. എങ്ങനെയുണ്ട് കാണാൻ? റോസസ് നല്ല ഇതല്ല, ഇത് കോട്ടൺ ഞാനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ ചെയ്തിട്ടുള്ളത്. ഇത് ബേബി ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കി 3 കൂടെ ഉണ്ടാക്കണം അതിൻ്റെ ഗ്രാനി സ്ക്വയർസ്. ഇത് ഒരു റോസിൻ്റെ കീ ചെയിനോ ബാക്ക് ചാമോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല തിക്ക് യാണാണ്, അതായത് മാഗ്നസിൻ്റെ യാണാണ്, അത് നല്ല സൈസുള്ളത്. പക്ഷെ ഒരുപാട് ഫറുണ്ട് അതിൽ. ഇത് ഞാൻ ഫസ്റ്റ് കുറേ കാലം ചെയ്ത ബി ആണ്, അമിഗുരുമിയാണ്, ബി ആണ്. എങ്ങനെയുണ്ട് ബി കാണാൻ? ഇതെല്ലാം സാധാരണ 15 rupees യാൺ വെച്ച് ഞാൻ പണ്ട് ചെയ്തതാണ്. ഇത് വോൾ ക്രാഫ്റ്റ് സ്റ്റോറിൻ്റെ തിന്നിയാണുണ്ടല്ലോ, അക്കലിലേക്കാണ്, അത് വെച്ച് ചെയ്തിട്ടുള്ള സണ്ണാണ്. ഐസൊക്കെ വെക്കണം ഇനി സണ്ണിന്. ഇതും ഞാൻ നമ്മുടെ 15 rupees ചെറിയ യാണല്ലോ പണ്ടത്തെ വൂള്, അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള റോസ് സൺ. ഡബിൾ ലെയറായിട്ട് ആ യാൺ വെച്ച് ചെയ്തതാണ്, അതുകൊണ്ടാണ് നല്ല സൈസൊക്കെ വന്നത് നമ്മുടെ റോസസിന്. ഇതൊരു വിസ്റ്റീരിയ ഫ്ലവറാണ്. ഇത് ഞാൻ ഹോബി സ്റ്റോറിൽ ഞാൻ വാങ്ങിച്ച ശേഷം ചെയ്തതാണ്. ഇതുപോലെ പോട്ടിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ഒരുപാട് യാൺ കൺസ്യൂമിങ് ആണ് ഇത്. പിന്നെ കുറച്ച് ത്രെഡ് എനിക്ക് ബാക്കി വന്നുള്ളൂ, അതുകൊണ്ട് ആ പ്രോജക്റ്റ് അങ്ങനെ ഇതായിപ്പോയി. പിന്നെ ഞാൻ യാൺ വാങ്ങിച്ചില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു റൗണ്ട് മാറ്റാണ്. കുറച്ചുകൂടെ ഫിനിഷ് ആവാനുണ്ട്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ പെട്ടെന്ന് ഇടുന്നതായിരിക്കും. റൗണ്ട് മാറ്റ് ചെയ്യുന്ന ബേസിക് റൗണ്ട് മാറ്റാണിത്. ഇത് മാഗ്നസിൻ്റെ യാണ്, പക്ഷെ നല്ല കളർ കോമ്പിനേഷനാണ്. ഈ മാഗ്നസിൻ്റെ യാൺ വെച്ച് ഞാൻ ആദ്യം ചെയ്തത് ഇതൊരു ഫ്രോക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു യാൺ വെച്ച് ഫ്രോക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കുറേ കാലമായിട്ട് അങ്ങനെ ബാലൻസ് ചെയ്യുന്ന യാൺ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ആ കോസ്റ്റേഴ്സ് ചെയ്തത്. അപ്പോൾ ഞാനൊരു യോക്കാക്കി അങ്ങ് നിർത്തി. ബാക്കി താഴോട്ട് ഡ്രസ്സ് അറ്റാച്ച് ചെയ്യാം, ഫാബ്രിക് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതങ്ങ് ചെയ്തു. ഇതൊക്കെ കുറേ നാളായി ചെയ്ത് വെച്ചേക്കുന്നതിന് ഒരു ഹെയർ അക്സസറിയാണ്, ജാസ്മിൻ്റെത്. നമുക്ക് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മുടിയിൽ വെക്കുമ്പം യഥാർത്ഥമാണെന്നേ ആദ്യം വിചാരിക്കത്തുള്ളൂ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇതൊക്കെ കുറേ കാലമായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇതൊരു ഡബിൾ ലെയർ ഫ്ലവർ ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ച് കുറേ നാളായി. ഇതിപ്പം റീസെൻ്റ്ലി ചെയ്ത് വെച്ച റോസാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് ട്യൂട്ടോറിയലായിട്ട് ചെയ്യാമേ. നിങ്ങൾക്ക് എൻ്റെ വർക്ക്സൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. ഇതൊരു ഗ്രാനി സ്ക്വയർ ടോട്ട് ബാഗ് ചെയ്യാൻ വേണ്ടി സൺഫ്ലവറിൻ്റെ ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കി നോക്കിയതാണ്. കളർ കോമ്പിനേഷൻ കൊള്ളാമോ? ഇതും പോട്ട് ചെയ്ത് നോക്കിയതാണ്. ഇതെല്ലാം ഞാൻ പണ്ട് പഠിക്കാൻ നേരം ചെയ്തതാണ്, അതായത് തിൻ യാൺ വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 4 ply യാൺ തിന്ന്, ആ യാൺ വെച്ച് ചെയ്ത പോട്ട്സൊക്കെയാണ് ഇതെല്ലാം. ഇത് ആ വിസ്റ്റീരിയ ഫ്ലവർ കാണിച്ചല്ലോ ഹാങ് ചെയ്യുന്നത്, അതിൻ്റെ ബാലൻസ് ത്രെഡ് ഇടുന്നത് വെച്ച് ഞാൻ ചെയ്തൊരു റോസാണ്. ഇതൊരു ബിഗ് റോസായിട്ട് ഞാനങ്ങ് ചെയ്തു. ഇതിൽ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ കറക്റ്റ് ഫ്ലവറാക്കി വെച്ചിരുന്നതാണ്. നമ്മുടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരിതില്ല. ഞാൻ പതുക്കെ ഒന്ന് വലിച്ചു നോക്കിയപ്പോൾ ആ ഗ്ലൂ ഗൺ കുറേ നാളായല്ലോ, അത് ഇളകി ഇങ്ങനെ പോന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എനിക്കിഷ്ടമുള്ളത് മറ്റേ B7000 ഗ്ലൂ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എന്താണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് അത് ചെയ്യാനാണ് താല്പര്യം. കാരണം അത് പെട്ടെന്നൊന്നും ഇളകി പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. കുറേ നാൾ നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും. ഇതൊരു വലിയ ഫ്ലവറാണ്. എങ്ങനെയുണ്ട് ഈ ഫ്ലവർ കാണാൻ? റോസ് നല്ല ഭംഗിയില്ലേ കാണാൻ?
അതുകൊണ്ട് B7000 ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്ലൂ ഗണ്ണിനോട് അത്ര വലിയ താല്പര്യമില്ല. ഇതൊരു വേറൊരു ഗ്രാനി സ്ക്വയർ, ബേസിക് ഗ്രാനി സ്ക്വയേഴ്സാണ്. അത് വെറുതെ ചെയ്ത് നോക്കി. ഇതെല്ലാം നമ്മുടെ 15 റുപ്പീസിന് യാൺ വെച്ച് ഞാൻ അന്നേ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെയും ഗ്രാനി സ്ക്വയർ ജോയിൻ ചെയ്യുന്നത് എല്ലാം ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നതാണ്. ഇതും ഗ്രാനി സ്ക്വയേഴ്സ് ആക്കാനുള്ളതാണ്. അതിൻ്റെ ബേസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊരു ബാഗ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ട്യൂട്ടോറിയൽ വേണമെങ്കിൽ, എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതനുസരിച്ചുള്ള ട്യൂട്ടോറിയൽ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഹെയർ അക്സസറിയാണ്, ഹെയർ ബോ ചെയ്തതാണ്. നല്ല തിക്കാണ് കേട്ടോ. ഞാൻ ചെയ്തു വന്നപ്പം അക്രിലിക്കാണ് യൂസ് ചെയ്തത്. 4 പ്ലേ അക്രിലിക്കാണ്. അതുകൊണ്ട് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെയും ടൈ ചെയ്ത് ഏതെങ്കിലും ഹെയർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്യണം. ഇത് പുതിയ പാറ്റേണാണ്. ഇത് സ്ക്വയർ പോലെ. ഇത് ആ സെയിം പാറ്റേൺ തന്നെയാണ്. ചെറിയൊരു ബോ ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം അന്ന് ചെയ്യാൻ പറ്റാത്തൊക്കെ ഇപ്പോഴാണ് ചെയ്യണത്. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് കുറേ നാളായി. നമ്മൾ ഷേപ്പ് വരുത്തി നമ്മൾ ചെയ്യുന്നതിനെ ഭംഗിയാക്കി എടുക്കണം. അതാണ് ക്രോഷറ്റിൻ്റെ ഒരു പ്രധാന ഇത് ഞാൻ റീസെൻ്റ്ലി ചെയ്ത റോസസാണ്. ഇതൊരു വേറൊരു പാറ്റേൺ റോസാണ്. എങ്ങനെയുണ്ട്? ഈ റോസാണോ കൊള്ളാവുന്നത്, അത് ഞാൻ നേരത്തെ ചെയ്ത ഈ റോസസാണോ ഭംഗി? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ കണ്ടതിനും വീഡിയോ കണ്ടതിനും താങ്ക്സ്.